കേരളത്തിൽ BJP ഘടകം തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഒരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഒരുക്കം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂർധന്യ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് ഒപ്പം തന്നെ അതിൽ നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഇടങ്ങളുടെ ചുമതല നൽകിയിരിക്കുകയാണ്. അങ്ങനെ ആ ചുമതലയിൽ എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവോ അതനുസരിച്ചായിരിക്കും അവർക്ക് നിയമസഭാ സീറ്റും നൽകുക. ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് തന്നെ രാജീവ് ചന്ദ്രശേഖർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു സർക്കുലർ തന്നെ ഇറക്കിയിരിക്കുകയാണ്. എല്ലാവരുടെ ഇടങ്ങളിലേക്കും അതെത്തി അതിൻ്റേതായ രീതിയിൽ അവർ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഇതിൽ വമ്പൻ പ്രകടനം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പഴയ കാലത്തെ പോലെ വോട്ട് വിഹിത വർധനവ് 16% നിന്ന് 17%, 18 നിന്ന് 20%, ഈ വർധനവല്ല ഇനിയും കേൾക്കേണ്ടത്. ഇന്ന പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു, ഇന്ന മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ കഴിഞ്ഞു, ഇന്ന കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു ഫലമായിരിക്കണം പുറത്തു വരേണ്ടത് എന്ന് കൃത്യമായി പാർട്ടി നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം രാജീവ് ചന്ദ്രശേഖരനും കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് കൊണ്ടാണ് താഴെ തട്ടിലേക്ക് കൂടി ഇത് വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അണികളിലേക്ക് പോലും ഇത് കാര്യമായിട്ട് എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF ഇപ്പോൾ പല കാര്യങ്ങളിലും നിർജീവമായിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് പിന്നെ അവരുടെ ഈ KPCC വൈസ് പ്രസിഡന്റ് മറിച്ചത് ജംബോ പട്ടിക എന്നുള്ള ഒരു പട്ടികയിൽ പേര് വന്നതിൻ്റെ ആഹ്ലാദ തിമിർപ്പിൽ നിൽക്കുകയാണ് അവരുടെ അണികളും ഒക്കെ തന്നെ. അവർക്കൊക്കെ അത്തരത്തിലുള്ള ആഹ്ലാദം മാത്രമേ ഉള്ളൂ. അല്ലാതെ തദ്ദേശം പിടിക്കണമോ, കേരള ഭരണം പിണറായിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കണമോ എന്നൊന്നുമില്ല. കതറിട്ട് പെരുപ്പിച്ചിങ്ങനെ നടക്കുക എന്ന് മാത്രമേ അവർക്കുള്ളൂ. ഈ അവസരമാണ് BJP മുതലാക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം ഏത് തരത്തിൽ ഉണ്ടാകും എന്നുള്ളതും രാജീവ് ചന്ദ്രശേഖർ നിരീക്ഷിക്കും. അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ തന്നെ മൊത്തം ചുമതല ശ്രീലേഖയ്ക്കും, മുൻ DGP ശ്രീലേഖ, അതുപോലെ തന്നെ നടൻ കൃഷ്ണകുമാറിനുമാണ് നൽകിയിട്ടുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇവരെ നിയമസഭാ സ്ഥാനാർത്ഥികളാക്കി എവിടെ നിർത്തണമെന്ന് തീർച്ചപ്പെടുത്തുന്നതും. ഇപ്പൊ കഴക്കൂട്ടം പോലുള്ള ഒരിടത്തേക്ക് V മുരളീധരന്റെ ശ്രദ്ധ പ്രത്യേകമായിട്ട് ഉണ്ടാകണമെന്നുള്ള പാർട്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം മുമ്പൊരിക്കൽ മുരളീധരൻ അവിടെ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മുരളീധരന് തന്നെ കഴക്കൂട്ടം മണ്ഡലം ഏൽപ്പിക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം കോർപ്പറേഷനിലേക്ക് മികച്ച പ്രകടനം നടത്തുകയും വിജയത്തിലെത്തിക്കാനും മുരളീധരന് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല ഒന്നടങ്കം തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കണം എന്ന് തന്നെയാണ് പ്രത്യേകമായിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ കേരളത്തിലൊരു പാർലമെന്റ് വിജയം ഉണ്ടാകുന്നത് തൃശ്ശൂരിൽ നിന്നാണ് 2024. അത് സുരേഷ് ഗോപിയുടെ മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിന്റെ ചുമതല നൽകിയിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുകയും വേണം. ഒപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏത് തരത്തിലുള്ള പ്രകടനമായിരിക്കും BJP നടത്താൻ പോകുന്നത് എന്നുള്ളതും സുരേഷ് ഗോപി നയിക്കുന്നതനുസരിച്ചാണ്. ഇപ്പൊ കൊടുങ്ങല്ലൂർ പോലുള്ള മുനിസിപ്പാലിറ്റിയിൽ ഭരണം അടുത്ത് നിൽക്കുന്നതാണ്, അത് പിടിച്ചെടുക്കണം. അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ മറ്റ് പ്രാന്തപ്രദേശങ്ങളിലേക്ക് കൂടി
BJPയുടെ പ്രവർത്തനങ്ങൾ കടന്നു ചെല്ലണം. അത്തരത്തിൽ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ കൊച്ചി കോർപ്പറേഷനും എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒക്കെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ക്രൈസ്തവ സ്വാധീനം ഏറെയുള്ള മേഖലയാണ് എറണാകുളം ജില്ല. അവിടെ ഒരു ക്രൈസ്തവ മുഖം തന്നെ കൊണ്ടുവരണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ജോർജ് കുര്യനെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതും. ജോർജ് കുര്യൻ 2024 നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രി ആയത് തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ്. വളരെ പഴക്കം ചെന്ന ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് ജോർജ് കുര്യൻ. അപ്പൊ ജോർജ് കുര്യന്റെ മുന്നേറ്റം എറണാകുളത്ത് കാര്യമായ മാറ്റം സംഭവിക്കും എന്ന് പാർട്ടി കരുതുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ തിരുവല്ല നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അത് അനൂപ് ആന്റണി ആയിരിക്കും. അനൂപ് ആന്റണിക്ക് ദേശീയ തലത്തിലും ഒക്കെ വലിയ ഒരു സ്ഥാനമാണുള്ളത്. അനൂപ് ആന്റണി തിരുവല്ല മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അതിന്റെ ഗുണം ഉണ്ടാക്കണം എന്ന് പ്രത്യേകമായിട്ട് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉന്നം വെക്കുന്നതെങ്കിലും ഇതിനു വേണ്ടി താഴെത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏറെ ഗുണം ചെയ്യും എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പലർക്കും, അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം, ഹരിപ്പാട്, അതുപോലെ ആലപ്പുഴ ജില്ലയുടെ പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങളും ഒക്കെ ശോഭാ സുരേന്ദ്രന് നൽകിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലവുമായിട്ടും ആലപ്പുഴ ജില്ലയുമായിട്ടും വലിയ ബന്ധമാണുള്ളത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2,99,000 വോട്ട് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിജയത്തോട് പോലും അടുത്തെത്തി. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആലപ്പുഴ A ക്ലാസ് മണ്ഡലമായി മാറുകയും ചെയ്തു. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രനെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. അവിടെ കോൺഗ്രസിലെ അരിതാ ബാബുവും CPM-ൽ നിന്ന് പ്രതിഭാകരി മത്സരിക്കാൻ സാധ്യതയില്ല. പക്ഷെ CS സുജാതയുടെ പേര് പറയുന്നുണ്ട്. അത് കേരളത്തിലൊരു വലിയ ത്രികോണ മത്സരം ശക്തമാകില്ല. പക്ഷെ BJP അവിടെ വലിയ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വനിതകൾ മത്സരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് അത് കേരളത്തിൽ ശ്രദ്ധേയമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനായിരിക്കും ആലപ്പുഴ ജില്ലയിലെ കാര്യങ്ങളിലേക്ക് പോവുക. അതുപോലെ PK കൃഷ്ണദാസിന് കാട്ടാക്കട മണ്ഡലത്തിലാണ് നിർത്തി മത്സരിപ്പിക്കുക. പക്ഷെ കാട്ടാക്കട മണ്ഡലത്തിലാണ് നിർത്തി മത്സരിപ്പിക്കുന്നതെങ്കിലും PK കൃഷ്ണദാസിന് ചുമതല നൽകിയിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. കൃഷ്ണദാസ് ഏറെ നാളായി കാട്ടാക്കട തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും BJP വളരെ വളരെ കരുതലോടുകൂടിയാണ് ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കുന്നത്. ആ ഓരോ ചുവടുവയ്പ്പിലും വിജയം ഉറപ്പാക്കിക്കൊണ്ടാണ് നീങ്ങുന്നതും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തുക, 10 സീറ്റുകൾ നിയമസഭയിൽ എത്തിക്കുക, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക, ഒരു 11 മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷനും BJPയുടെ ഭരണത്തിൻ കീഴിൽ വരിക. ഇത് തന്നെയാണ് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.